അടുത്തതായി ദിലീപ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സ്വാഗത പ്രസംഗത്തിൽ ശ്രീഹരി പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തന്നെ ആരംഭിക്കാമെന്ന് കരുതുന്നു. ഈ ഒരു വലിയ സ്വപ്നത്തിന് തുടക്കമിട്ട അച്ഛൻ്റെ പി ഗദാധരൻ നമ്പൂതിരി, ഞങ്ങളുടെയൊക്കെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീഹരി ആവർത്തിച്ച ഒരു വാക്ക്, പലവട്ടം ആവർത്തിച്ച ഒരു വാക്കുണ്ട്, കുടുംബം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കും തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഒരു കുടുംബ സദസ്സാണിത്. ഈ ആശുപത്രിയിലെ സ്റ്റാഫ് അംഗങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഇങ്ങോട്ട് വരിക, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിവിടെ വന്നാൽ പറയും എന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ഈ അധ്യക്ഷ സ്ഥാനത്തിരിക്കാനാണ്. ഞാനത് അനുസരിക്കുന്നു. ഇത്രയും കാലം ഈ ആശുപത്രി എന്താവശ്യപ്പെട്ടാലും അനുസരിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ ആ ഒരു സ്വപ്നം, ഒരുപക്ഷെ അത് അമ്മയുടെ വളരെ ദീർഘമായ ഒരു രോഗാവസ്ഥയിൽ നിന്ന് ആരംഭിച്ച ഒരു സ്വപ്നമായിരിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ സ്വപ്നത്തെ ഏറ്റെടുത്ത് ഈ ഒരു മഹാസ്ഥാപനമായിട്ട് വളർത്തിക്കൊണ്ടുവന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ദീർഘമായിട്ടുള്ളൊരു വീഡിയോയിലൂടെ ആ കഥ നമ്മൾ കണ്ടു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെയുള്ള ഒരു അല്പം വൈകാരികമായിട്ടുള്ളൊരവസ്ഥയുള്ളത് കൊണ്ട് ആലോചിച്ചുറപ്പിച്ചത് പലതും സംസാരിക്കാൻ കഴിയുമോ എന്നറിയില്ല. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒത്തിരിക്കുന്ന ഈ ഒരു വേദിയിൽ 40 വർഷം കഴിഞ്ഞുപോയി എന്ന് തോന്നാത്ത, ഇപ്പോൾ സമയം മുമ്പ് അവിടെ ഇരിക്കുമ്പോൾ ആലോചിച്ചത് അതാണ്. കുളനടയിൽ ആ TV ജംഗ്ഷൻ്റെ താഴെ ഉള്ള ഒരു വാടക കെട്ടിടത്തിൽ ഇത് ആരംഭിക്കുന്നതിനെടുത്ത ആ ഒരു വലിയ സംഘർഷത്തിൻ്റെയൊക്കെ ഒരു കഥ അതാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇത് ഇവിടേക്ക് എത്തി എന്നാലോചിക്കുമ്പോഴുള്ള ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരനോടൊപ്പം, അദ്ദേഹത്തിനോടൊപ്പം അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, ആ സ്വപ്നത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അച്ഛനോടൊപ്പം നിന്നിരുന്ന അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള, നേരത്തെ ശ്രീഹരി സൂചിപ്പിച്ചു, ഞങ്ങളൊക്കെ മൃത്യുഞ്ജയനപ്പൻ എന്ന് വിളിക്കുന്ന പീതാംബരൻ നമ്പൂതിരി കൊച്ചമ്മ ഇവിടെയുണ്ട്, മുമ്പിലിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ രണ്ടുപേരും ഒരേപോലെ കൈകോർത്ത് നിന്ന് ഉത്സാഹിപ്പിക്കുകയും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഡോക്ടർമാർ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ആശുപത്രി തുടങ്ങുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സാഹസത്തിന് പുറപ്പെടാറില്ല. അതൊരു വലിയ റിസ്ക്കാണ് എന്നെല്ലാവരും പറയും. പക്ഷേ ഈ രണ്ട് വ്യക്തികൾ അച്ഛനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അതേപോലെ ചേർന്ന് നിന്നുകൊണ്ട് അപ്പൻ്റെയും ഇവിടെ നമ്മുടെ ഈ ആശുപത്രിയിലെ സ്റ്റാഫംഗങ്ങളെല്ലാം ദീർഘകാലം ചിറ്റപ്പൻ എന്ന് വിളിച്ചിരുന്ന മൃത്യുഞ്ജയനപ്പൻ്റെയും ആ ഒരു ഒന്നു ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ ആശുപത്രിയുടെ അടിത്തറ എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ജ്യേഷ്ഠൻ 10ാം ക്ലാസ് പാസ്സാവുന്ന സമയത്ത് ഒരു സമ്മാനവുമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരു വാച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, നീ MBBS പാസ്സാവുന്ന സമയത്ത് ഒരു ആശുപത്രി തുടങ്ങണം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് അപ്പൻ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിച്ച, വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു വലിയ സ്വപ്നമാണ് ഒരു പക്ഷേ ഇന്ന് ഈ ഒരു വലിയ കുടുംബമായിട്ട് വളർന്നിട്ടുള്ളത് എന്നാലോചിക്കുമ്പോൾ ആ ഒരു ഭ്രാന്തൻ സ്വപ്നം, ഒരു പക്ഷേ മുമ്പൊരിക്കൽ 1-2 തവണ ഇവിടെ നമ്മുടെ പല വേദികളിൽ 1-2 വേദികൾ വന്നിട്ടുള്ള അശരീരനായിട്ടുള്ള മാർ ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ പറയുണ്ടായി, ഈ ഡോക്ടർക്ക് ഇത്തിരി ഭ്രാന്തുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ പലരും അത് ഓർക്കുന്നുണ്ടാവും. കാരണം ഈ തരത്തിൽ ഉള്ള ഒരു ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോവുക, ഇതിനോടൊപ്പം ആരോഗ്യ നികേതനത്തിൻ്റെ ഒരു ഉദ്ഘാടന സമയത്താണ് മാർ ക്രിസോസ്റ്റം തിരുമേനി അത് പറഞ്ഞത്. രോഗത്തെ തടയുക, രോഗം വരാതെ സൂക്ഷിക്കുക, അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രോഗികളില്ലാതെ ഡോക്ടർ എന്താ ചെയ്യുക? അപ്പോൾ ഈ ഡോക്ടർക്ക് ഇത്തിരി ഭ്രാന്തുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ് മാർ ക്രിസോസ്റ്റം തിരുമേനി അന്ന് പറഞ്ഞത്. ആ തരത്തിൽ ഒരുപാട് ഭ്രാന്തൻ ആശയങ്ങളുമായിട്ട് മറ്റുള്ള മനുഷ്യരെയൊക്കെ
ആലോചിക്കുമ്പോൾ ഒരു ഭ്രാന്തന ആശയങ്ങളാണ് എന്ന് തോന്നുന്ന നിരവധി ഭ്രാന്തന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ഭ്രാന്തനാശയങ്ങളും ഒപ്പം നിന്ന് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പല ആശയങ്ങളോടൊപ്പം നിന്ന് നടത്തിയെടുക്കാൻ കൂടിയാൻ നിന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഒരുപക്ഷെ ഈ ആശുപത്രി തുടങ്ങിയതിന് ശേഷം ഇത് എങ്ങനെയൊക്കെയാണ് വളർന്നു പോകേണ്ടത് എന്ന് ഞങ്ങളോടൊക്കെ പങ്കിട്ടിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും പൂർണ്ണമായിട്ടും ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും ദീർഘമായിട്ട് ഞാൻ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ജ്യേഷ്ഠൻ തന്നെ അതിന് ശേഷം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കുടുംബ സദസ്സിൽ ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥികളായിട്ട് കിട്ടിയ ഈ ഒരു നമ്മളോടൊപ്പം പുറമേ നിന്ന് വിശിഷ്ടാതിഥികളായിട്ട് വന്നിട്ടുള്ള രണ്ടുപേരാണ് ശ്രീ കുറ്റൂർ രാധാകൃഷ്ണനും അതുപോലെ ശ്രീ സാജൻ സൂര്യയും. ഒരുപക്ഷെ അവരെയും മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം ഏതാണ്ട് ഒരു 15 വർഷം മുമ്പ് നോ ഡയബറ്റീസ് എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന സമയം മുതൽ ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര പബ്ലിസിറ്റിയും വേണ്ടത്ര മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൂടി നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് ശ്രീ കുറ്റൂർ രാധാകൃഷ്ണൻ. ഒരുപക്ഷെ നമ്മുടെ ഈ ആശുപത്രി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു പത്രപ്രവർത്തകൻ പത്തനംതിട്ടയിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഒരു കുടുംബാംഗം തന്നെയാണ് ശ്രീ കുറ്റൂർ രാധാകൃഷ്ണൻ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് അദ്ദേഹം വന്നെത്തുന്നു എന്ന് പറയുന്നൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ ശ്രീ സാജൻ സൂര്യയെക്കുറിച്ച് ഒന്നും പറയേണ്ടതായിട്ടില്ല. ഏതൊരു കുടുംബത്തിലെയും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മലയാളികളുള്ള സ്ഥലങ്ങളിലെ ഏതൊരു കുടുംബത്തിലും സജീവ സാന്നിധ്യമായിട്ടുള്ള ഏതൊരു കുടുംബത്തിലും ഉൾക്കൊള്ളിക്കാവുന്ന സജീവ സാന്നിധ്യമായിട്ടുള്ള ആ ഒരാളെയും നമ്മുടെ ഈ കുടുംബ യോഗത്തിലേക്ക് ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അവരെയും നമ്മളുടെ കുടുംബത്തിനുള്ളിലേക്ക് ഇങ്ങനെ എടുക്കുക എന്ന് പറയില്ലേ, രണ്ടുപേരെയും നമ്മുടെ ഈ കുടുംബ സദസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. കാരണം ദീർഘമായിട്ട് സംസാരിക്കേണ്ടത് മറ്റ് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള നിരവധി പരിപാടികൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും സംസാരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു കുടുംബയോഗത്തിൽ വെച്ച് ഇന്ന് നമ്മൾ ഈ ഒരു പിറന്നാൾ ആഘോഷം തുടങ്ങി വയ്ക്കുകയാണ്. ഈ ഒരു പിറന്നാൾ ആഘോഷം 40ാം പിറന്നാൾ ആഘോഷം തുടങ്ങി വയ്ക്കുന്ന ഒരു കുടുംബയോഗം മാത്രമാണിത്. ഇത് ഈ ഒരു 40ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ പൂർണ്ണതയല്ല എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ 40ാം പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില പരിപാടികൾ കൂടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അടുത്ത 2-3 മാസങ്ങൾ ഈ 40ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ വിവിധ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുകയും അത് ഈ പ്രദേശത്തുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരുപക്ഷെ നമ്മൾ 25 വർഷം പൂർത്തിയാക്കിയ സമയത്താണ് പ്രമേഹത്തെ നിയന്ത്രിക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ള നോ ഡയബറ്റീസ് പരിപാടിയുമായിട്ട് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്ക് കടന്നുപോയത്. അതുപോലെ ഈ 40ാം പിറന്നാളിൻ്റെ ഈ സമയത്ത് നമ്മൾ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് മറ്റ് പല പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന രോഗികൾക്ക് അവിടെ ചെന്ന് അവരെ കാണാൻ ഉതകുന്ന തരത്തിലുള്ള ചില പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ നിർധനരായിട്ടുള്ള രോഗികൾക്ക് കൂടുതൽ സാധ്യതകൾ, കൂടുതൽ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിക്കുന്നതിനുള്ള ചില പരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത്തരം പരിപാടികളെല്ലാം അടുത്ത മാസങ്ങളിൽ തുടക്കം കുറിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഈ ഒരു കുടുംബയോഗത്തിന് എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളോടും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. May this light continue to guide us and this institution for many more decades. Let's